സിനിമയിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു പ്രതികരണമാണ്. നമ്മുടെ ഒപ്പം ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വളരെ ചർച്ചയാകുന്നുണ്ട് താങ്കളുടെ ആ സിനിമ പ്രൊമോഷനിടയിലുള്ള താങ്കളുടെ ആ വാക്കുകൾ സിനിമാ മേഖലയിൽ തന്നെ വളരെ ചർച്ചയാകുന്നുണ്ട്. പല പേരുകൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അല്ല, അങ്ങനെയല്ല. ആദ്യം ഒരാളൊരു കാര്യം പറയുമ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് പറയുമല്ലോ, ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. അപ്പം അതിനൊരു എന്താ പറയുക, ഒരു നടന്റെ പേര് അതിൻ്റെ അകത്ത് വലിച്ചിഴക്കുക, അത്തേലിട്ട് ഒരു നാട്ടുകാർ മുഴുവൻ ചർച്ച ചെയ്യുക, അങ്ങനത്തെ ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ 15 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതുവരെ ഒരു ആർട്ടിസ്റ്റിനെതിരായിട്ട് ഞാനൊരു കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ല, ഒരു ടെക്നീഷ്യനെതിരായിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ല. ഇതെനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിഷമം വന്നതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഈ പിവിൻ പറഞ്ഞത്. ഒരു നടനെ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ വ്യക്തിപരമായിട്ട് എന്താ പറയുക, ആ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് പേര് പറയാമല്ലോ. എനിക്ക് അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. സിനിമ ഇൻഡസ്ട്രിയുടെ നിന്ന് കിട്ടുന്ന ചോറാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ഇൻഡസ്ട്രീനെ താറ് അടിച്ചു കാണിക്കാനായിട്ട് ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഈ നടൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആ നടനറിയാം. ഞങ്ങളുടെ ഈ സിനിമയായിട്ട് പ്രവർത്തിക്കുന്ന ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റിനായിക്കോട്ടെ, ഈ പിവിന് അറിയാം. അത് ഞാനൊരു പബ്ലിക് ഫോറത്തിലേക്ക് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഒരു സ്വകാര്യ ഫംഗ്ഷൻ നടക്കുന്ന 9-ാം തീയതി ഇറങ്ങാൻ പോകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു ലോഞ്ച് ഫംഗ്ഷൻ ആയിരുന്നു അത്. ആ ഫംഗ്ഷൻ തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം നമ്മുടെ ഇടയിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇതിങ്ങനെ വൈറലായിട്ട് വേറെ ലെവലിൽ പോയി ഡിസ്കഷൻ വന്ന് അതേ തുടർന്ന് വേറെ ആള് വേറെ രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ട് സിനിമയുടെ വട്ടിപ്പലിശ കണക്കോ അങ്ങനത്തെ ഒക്കെ രീതിയിലേക്കൊക്കെ വന്ന് വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, മറ്റുള്ളവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും ഇപ്പൊ അറിയാത്ത രീതിയിലേക്ക് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. എനിക്ക് പേര് പറയാനായിട്ട് താല്പര്യമില്ല. ഇപ്പൊ ഞാൻ ആ വ്യക്തി, ആ നടൻ ഇന്നുകൊണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ പ്രശ്നം തീർക്കുന്നില്ലെങ്കിൽ അത് അസോസിയേഷന് മുന്നിലെത്തുമ്പോൾ ആ നടന്റെ പേര് അറിയാലോ. തീർച്ചയായിട്ടും അസോസിയേഷന് മുൻപിലേക്ക് അത് കാര്യം വെച്ചതിന് ശേഷമായിരിക്കും നടന്റെ പേര് വെളിപ്പെടുത്തത്തുള്ളൂ. അത് തീർച്ചയായിട്ടും എന്നിൽ കൊണ്ടിട്ട്, അതായത് ഞങ്ങൾക്കുള്ളിൽ അത് തീർക്കാനായിട്ട് പറ്റിയില്ലാത്ത പക്ഷം അസോസിയേഷന്റെ അടുത്ത് പറയുമല്ലോ. അസോസിയേഷന്റെ അടുത്ത് പേര് കൊടുക്കാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം അസോസിയേഷന്റെ അടുത്ത് അപ്പം പറയും. പരാതി കൊടുക്കാനായിട്ടാണോ തീരുമാനം? അല്ല, പരാതി കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ പരാതി കൊടുക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രതികരണം താങ്കൾ നടത്തിയതിനു ശേഷം ആ നടന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഡിസ്കഷൻസ് പൊയ്ക്കൊണ്ടിട്ട് ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു നുണയാണോ പറയുന്നത്, ഞാനൊരു തെറ്റാണോ ചെയ്തത്, അല്ലെങ്കിൽ എന്റെ ആണോ പ്രശ്നം, അല്ലെ ഞാനാണോ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ള സാധനം അത് അവർക്കറിയാലോ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അത് തീരുമാനിക്കട്ടെ, അത് നമുക്ക് നോക്കാം. ഇത് തന്നെയാണ് ലിസ്റ്റിൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താൻ പറഞ്ഞ ഒരു കാര്യം അതിനെ ഈ രീതിയിൽ ചർച്ചകളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. നടൻ അറിയേണ്ട കാര്യമാണ്. അത് നടൻ അറിഞ്ഞിട്ടുണ്ട്. ആ നടനോട് തന്നെ അത് നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പേര് വെളിപ്പെടുത്തി ആ നടനെ തേജോവധം ചെയ്യേണ്ട ആവശ്യം തനിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമാ മേഖലയിൽ ഈ കുറച്ചു കാലങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ക്യാമറമാൻ സന്തോഷ് ചേകവർക്കൊപ്പം ആൻമരിയ സനി, 24 കൊച്ചി.